ഒരു വീട്ടിലെ അപ്പൻ്റെയും മക്കളുടെയും ആശ്രയവും അഭയവുമാണെന്ന്. നേരം പുലരുന്നത് മുതൽ സന്ധ്യ വരെ മക്കൾക്ക് വേണ്ടിയും അപ്പനു വേണ്ടിയും ആരോടും പരിഭവം പറയാതെ ഓടി നടന്ന് ജോലികൾ ചെയ്ത് സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയോടെ കരുതുന്ന നന്മയാണമ്മ. സ്നേഹത്തിൻ്റെ ആ നിലവിളക്ക് കുടുംബത്തിൻ്റെ വെളിച്ചമായി തെളിഞ്ഞു നിൽക്കുന്നു. ഓർമ്മകളിൽ സൂക്ഷിക്കുവാൻ തണലായ അമ്മ എന്നും പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, കരുതലോടെ കുടുംബത്തോടൊപ്പം നിറഞ്ഞു നിൽക്കുന്നു. ആദ്യമായി ഈശ്വര ചിന്തകൾ എന്നിൽ നിറച്ചതും അറിവിൻ്റെ വാക്കുകൾ പഠിപ്പിച്ചതും എന്നെ ഞാനാക്കി മാറ്റിയതും അമ്മയാണ്. നന്മയാണ് എൻ്റെ അമ്മ. അമ്മയാണ് എൻ്റെ നന്മ. സാം, വീണ, രണ്ടുപേരുടെയും റിപ്പോർട്ട് ഞാൻ കണ്ടു. പക്ഷേ ഈ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്കത്ര രസകരമായ കാര്യങ്ങളല്ല ഞാനതിൽ കാണുന്നത്. കുഴപ്പമില്ല സിസ്റ്ററെ, ഞാനും വീണയും പ്രിപ്പയർഡാണ്. സിസ്റ്റർ പറഞ്ഞോളൂ. വീണ, ഇത് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇനി ഒന്നേ ഉള്ളൂ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. തിരതിരയവേ കനല പകലകലവേ വെയിലിൽ തണലായി ഇനി നീ മനമാകുവാ. കോഫി. നീ ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ? സാം, നമ്മൾ വീണ, സിസ്റ്റർ പറഞ്ഞ് നീ കേട്ടതല്ല. എടോ, ഈ മക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ചിലപ്പോൾ നമ്മുടെ കാര്യത്തിൽ ദൈവനിയോഗം ഇതായിരിക്കും. ഒറ്റപ്പെടൽ എന്നെ വല്ലാണ്ട് വേട്ടയാടി സാം. ഇനി എനിക്ക് വയ്യ. അനാഥരായ മാതാപിതാക്കൾക്കൊപ്പം ഇനി കുറച്ചു കാലം. എടോ, അപ്പോൾ തന്നെ ജോലി എന്ത് ചെയ്യും? അത് ഞാൻ റിസൈൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. വാവ്, ബ്യൂട്ടിഫുൾ. എന്ത് രസമായിട്ട് അമ്മ വരയ്ക്കണേ. വീണ, ഞാൻ ആ ചിത്രം നോക്കി നിൽക്കുകയായിരുന്നു. ആ ചിത്രം വരച്ച അമ്മ? അതാണ് മേരിയമ്മ. മേരിയമ്മ നല്ല സുന്ദരിയായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം തൻ്റെ മകനെ വളർത്താനും വിദ്യാഭ്യാസത്തിനും വേണ്ടി അവൾ ആ നഗരത്തിലുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി. അവിടെ ഉണ്ടായൊരു സ്ഫോടനത്തിൽ അവളുടെ മുഖവും ശരീരവും ഒക്കെ ആകെ വികൃതമായി. പിന്നെ അവർക്ക് ജോലി ചെയ്യാൻ പോകാൻ പറ്റാതെ അവസാനം അവര് മകനെ വളർത്തണം, വിദ്യാഭ്യാസം കൊടുക്കണം. അതിനുവേണ്ടി അവര് ഭിക്ഷാടനത്തിനിറങ്ങി. അങ്ങനെ അവനെ പഠിപ്പിച്ച് അവന് ജോലിയും അറിവും ഒക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോ അവൻ അമ്മയെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയതാ. എന്തോ പറയാണ്ടല്ലോ. താൻ എന്താന്ന് വെച്ചാൽ പറയടോ. എന്താ? സാം, നമ്മൾ തനിയെ എത്ര നാൾ? നമുക്കൊരമ്മ കൂടി ഉണ്ടായിരുന്നെങ്കിലും. വീണ, എന്താ തനിക്കപ്പം അങ്ങനെയൊക്കെ തോന്നാനായിട്ട്? അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാനിന്നൊരു അമ്മയെ കണ്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്കവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? വീണ, നീ എന്തൊക്കെയാ പറയുന്നേ? വീണ, ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, അത് വളരെ പേടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എനിക്ക് തരല്ലേ. എനിക്ക് താങ്ങാൻ പറ്റില്ല, എനിക്കാവില്ല. ആർക്കെങ്കിലൊക്കെ വേണ്ടി ജീവിക്കുമ്പോഴല്ലേ സാം
നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവും. എൻ്റെ വീണ, നീ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. നിനക്ക് ഇങ്ങനെ ഓരോന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി, എല്ലാം അനുഭവിക്കുന്നത് ഞാനാ. ആ ഹലോ, ആ സൂം ലിങ്ക് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാനത് പ്രസൻറ്റ് ചെയ്തോളാം. ആ ക്ലൈൻ്റ് ഓക്കെ ആവും, എനിക്ക് കോൺഫിഡൻസ്. നീ ഇത് പറയേണ്ട, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല അത്. ഓക്കെ ശരി. എന്താ മോളുടെ പേര്? എൻ്റെ പേര് വീണ. വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ. സിസ്റ്ററെ, ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് മേരിയമ്മയൊന്ന് വീട്ടിൽ കൊണ്ടുപോകട്ടെ? വൈകുന്നേരത്ത് തിരിച്ചു കൊണ്ടുവന്നൂടാ? അത് മോനറിഞ്ഞ ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോവും? അവനൊരു പാവമാ. എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്ലീസ് സിസ്റ്റർ, ഞാൻ വൈകുന്നേരത്ത് തിരിച്ചു കൊണ്ടുവന്ന് വിടാം. സിസ്റ്ററും കൂടെ പോരെ? മോളുടെ ആഗ്രഹമല്ലേ സിസ്റ്റർ, നമുക്ക് പോവാം. സിസ്റ്റർ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷേ എല്ലാവരുടെ ലൈഫ് ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അതെന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. ആടാ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ, ഞാൻ വിളിക്കാം, വീണ വന്നതുകൊണ്ട്. ആ, ഇതാണ് മേരിയമ്മയുടെ മകൻ. അരികെ ഞാനില്ലയോ അലിയും പ്രിയ സ്വപ്നമേ, ഇനിയും പ്രിയമേകുവാ അണയാ ഞാൻ കാവലാ അലയാ തിരതിരയവേ കനല പകലകലവേ വെയിലിൽ തണലായി നീ ഇനി നീ മനമാകുവാ